ഉണ്ടല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഷന്നെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്നിതാ ഇവളുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകം വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നതാണ്. അപ്പോൾ ഗിഫ്റ്റായിട്ട് അവൾക്ക് ഒരു വലിയ ഡയറി മിൽക്കാണ് കേട്ടോ കൊടുത്ത്, ഓറിയോയുടെ. അപ്പോൾ ഡയറി മിൽക്കൊക്കെ കൊടുത്തു. അവൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ പൊന്നു വന്ന് അവളെ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ ഇവർ രണ്ടുപേരും കൂടെ ഫ്രണ്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പട്ടി ആണെങ്കിൽ ഇവരെന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരണ്യ നല്ല തകൃതിയ നല്ല പണിയിലാണ്. കാരണം ഇന്ന് അവളുടെ കുക്കിങ്ങാണ്, സദ്യയാണ് കേട്ടോ ഇന്ന് വയ്ക്കുന്നത്. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ബർത്ത്ഡേ ഗേളി തന്നെ നമുക്ക് സദ്യ വയ്ക്കണം. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ഒന്ന് സഹായിച്ചു കൊടുത്തു. ചെറുതായിട്ട് കുറച്ച് കടുവറുത്തും അതുപോലെ തന്നെ പപ്പടം പൊരിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് സഹായിച്ചു കൊടുത്തു. അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും അവൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ കുക്കിങ്ങൊക്കെ സൂപ്പർ കുക്കിങ്ങാണ് കേട്ടോ. അവൾ ആയതുകൊണ്ട് പറയാനല്ല, സൂപ്പറായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാം കിച്ചണൊക്കെ ഒന്ന് അലങ്കോലായി കിടന്നതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുത്തു കേട്ടോ. നന്നായിട്ട് പാവം കിടന്ന് രാവിലെ തൊട്ട് ജോലി ചെയ്യണത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുത്തു. അങ്ങനെ അവൾ പണിയിലായിരുന്നു. അവിയലും എല്ലാം അടുപ്പിലിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ വീത്തി കടുവും അതുപോലെ ഉലുവയും കുറച്ച് വറ്റൽമുളകും ഉള്ളിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കടുവറുത്ത് എടുത്ത് കേട്ടോ. നമ്മുടെ സാമ്പാറിന് കടുവറുത്ത് വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്. സാമ്പാറിന് കടുവറുത്ത് വീഴ്ത്തിയ സമയത്താണ് ഓർത്തത് അവിയലിന് കടുവറുത്ത് വീഴ്ത്തിയില്ല. പിന്നെ ഒന്നുകൂടെ പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെ ആ കടുവറുപ്പ് നടന്നു. അങ്ങനെ പപ്പടവും പൊരിച്ചു. കഞ്ഞി പുറത്താണ് വയ്ക്കുന്നത്. കഞ്ഞി നല്ല അരവേവായിട്ടുണ്ടായിരുന്നു. നല്ല വെന്തിട്ടില്ല, എന്നാലൊരു വേവുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ വന്നിരുന്ന് നമ്മൾ 4 പേരും കൂടി ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അന്താരാഷ്ട്ര കാര്യമൊന്നുമല്ല, ചുമ്മാ മഴയൊക്കെ പെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ കൂട്ടുകാർ തമ്മിൽ കണ്ടിട്ട് കുറേ ദിവസമായി, അതിൻ്റെ ഒരു ചർച്ചയും ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് നല്ല തൂറ്റലുണ്ടായിരുന്നു. നല്ല മഴ പെയ്യുന്നില്ല, പക്ഷേ നല്ല തൂറ്റലുണ്ടായിരുന്നു, മഴത്തൂറ്റലായിരുന്നു. ചെറുതായിട്ട് മഴ ചാറ്റിക്കൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ പൊന്നു നല്ല എൻജോയ് ചെയ്ത് കളിച്ചിരിക്കുകയായിരുന്നു. ഇവരെല്ലാം നല്ലതുപോലെ ഒരു ബർത്ത്ഡേ ഫോൺ കളി, നമ്മളവിടെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ജോലി. അങ്ങനെ എൻ്റെ കുറച്ച് കലാപരിപാടികളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഹായൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ പൊന്നും ആ പട്ടിക്കുട്ടിയും കൂടെ കളിച്ചിരുന്നു. അപ്പോൾ നേരെ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, ഇല ഇറക്കാൻ പോയി കേട്ടോ. കാരണം നമ്മുടെ സദ്യക്ക് ഇല വേണമല്ലോ. അങ്ങനെ വാഴയില പറിക്കാൻ വേണ്ടി അവൻ ഏതൊക്കെ കാട്ടുവഴി കൂടെയാണ് പോണത്. ഈ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഇല്ലായിരുന്നു കേട്ടോ, ചേട്ടനാണ് വീഡിയോ എടുത്തത്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ കാട് വഴിയിലെ കൂടെയാണല്ലോ ഇല പറിക്കാൻ പോയതെന്ന് ഞാൻ കണ്ടത് കേട്ടോ. ഈ കാട്ടുവഴിയിലേക്ക് കൂടെ എങ്ങനെ പോയോ എന്തോ. അങ്ങനെ ഇലയൊക്കെ നല്ല കാര്യമായിട്ട് അളവെടുത്ത് മുറിക്കുകയാണ്. അങ്ങനെ മുറിച്ചിട്ട് സ്ലോ മോഷനിൽ നടന്നു പറഞ്ഞതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എന്തോ കാര്യം ചെയ്ത പോലെ അവൻ നടന്നു പറഞ്ഞത്. അങ്ങനെ നമ്മുടെ അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പപ്പടവും പൊരിച്ചു, സാമ്പാർ, അതുപോലെ തന്നെ കിച്ചടിയും പച്ചടിയും പരിപ്പ് കറിയും എല്ലാം തോരനും എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വറ്റലിൻ്റെ ഒരു പായസത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് വയ്ക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാം നല്ലതുപോലെ തന്നെ നമ്മൾ വാഴയിലേക്ക് ഇട്ട് ഒരു സദ്യ പോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിന് മുമ്പ് ഒരു സദ്യ കഴിക്കാൻ പറ്റി. എന്തായാലും നല്ല അടിപൊളി സദ്യയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത സദ്യ. ഓണത്തിന് മുമ്പ് നമ്മൾ സദ്യ നല്ല ആഡംബരമായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കുക്കിംഗ് അറിഞ്ഞൂടെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. പക്ഷേ ഇത്രയും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല. സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തോട്ട് നമ്മളടുത്ത് പറഞ്ഞു ആറ്റിൽ കുളിക്കാൻ പോവാം. നമ്മളിതാ ശരണ്യയുടെ വീട്ടിൽ വന്നു കേട്ടോ. അവള് ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ആറ്റിൽ കളിക്കാൻ പോയാണ്. അവൾ കുളിക്കാനും നമ്മൾ കളിക്കാനും. അപ്പോൾ ഇവിടെ ചെറിയൊരു തോടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ദൈവമേ ഇത് തന്നെയാണോ കുളിക്കാനുള്ള ഇടമെന്ന്. പക്ഷെ അല്ല, ഇതൊരു ചെറിയൊരു തോട് മാത്രമാണ്. ഞങ്ങളിത് കാട് വഴി കൂടെയൊക്കെ പോവുകയാണ്. അപ്പുറത്തും റബ്ബറാണ്, പക്ഷെ ഭയങ്കര ഒരു കാപ്പിയും അതുപോലെ തന്നെ ഈ കമുക് ഈ അടയ്ക്ക മരവും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ.
എന്തോ കൃഷിയിടമാണ്, എന്നാലും സൂപ്പറായിരുന്നു. അപ്പം ചേട്ടാ ഇപ്പം ഞാൻ ഈ അലച്ചുകൊണ്ട് പോണത് വേറൊന്നുമല്ല, ഏതൊക്കെ ഈ കാട്ടിൽ കൂടെ ഇവളെന്നെ കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞ് പറഞ്ഞ കേട്ടോ. അങ്ങനെ കൊള്ളാം, നല്ല സ്ഥലമാണ് ഫുള്ളും. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ഇരുട്ടാവും. ഇതാണ് ആറ്. ഞാൻ പ്രതീക്ഷിച്ചത് പോലെ അല്ലായിരുന്നു, കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ഇതിനേക്കാളും വലുതും അതുപോലെ നല്ല വെള്ളവും കാണുമെന്ന്. പക്ഷേ ഒട്ടും വെള്ളമില്ലായിരുന്നു കേട്ടോ. നമ്മുടെയൊക്കെ കാലിൻ്റെ അവിടെയൊക്കെ, ഈ സൈഡിലൊക്കെ കാലിൻ്റെ അവിടുത്തെ അത്രയുള്ള വെള്ളമേ ഉള്ളൂ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇടുപ്പിൻ്റെ അവിടെ അത്രയും മാത്രമേ വെള്ളമുള്ളൂ, അല്ലാതെ ഓവറായിട്ട് വെള്ളമൊന്നുമില്ല. പിന്നെ അപ്പുറത്തൊക്കെ വയൽ പോലെ ഒരു ഫീലുണ്ട്, എരുമയും കാര്യങ്ങളൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചേട്ടനും കൂടെ അങ്ങ് പോവേണം കേട്ടോ നടന്ന്. പിന്നെ പൊന്നും ഉണ്ട്, ഇപ്പോൾ പൊന്നും കൂടെ അങ്ങ് പോവുകയാണ്. ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. നല്ല സ്ഥലമാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ട് മഴ തൂറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ എല്ലാവരും കുളിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. സോപ്പും തുണികളും ഷാമ്പുവും എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൂടെ ഒരു പട്ടിക്കുട്ടിയും ഉണ്ടായിരുന്നു. അവൻ ആദ്യമേ അങ്ങ് എടുത്ത് ചാടി കേട്ടോ വെള്ളത്തിൽ. പിന്നെ ഏതാ പാവമായ ഒരു പട്ടിയെ എടുത്തിട്ട് കുളിപ്പിക്കുകയാണ്. അവൾക്ക് നല്ല പേടിയായിരുന്നു, കാരണം പട്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ പട്ടി മുങ്ങിപ്പോകുന്നുള്ള പേടിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പട്ടി ഓൾറെഡി വെള്ളത്തിൽ നീന്തുമല്ലോ, അങ്ങനെ അതവൾക്ക് അത്ര പേടിയായിരുന്നു മുങ്ങിപ്പോകുന്നു. അങ്ങനെ വിഷയണ്ണും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വിഷയണ്ണൻ നേരത്തെ വെള്ളത്തിലോട്ട് ഇറങ്ങി. ആ പ്ലാനിലല്ല വന്നത്, പക്ഷെ എന്നാലും ഇറങ്ങി. പിന്നെ ഞാൻ ഇറങ്ങിയില്ല, കാരണം എനിക്ക് കുറച്ച് ദിവസം മുമ്പേ ആണല്ലോ പനി പിടിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ പനി പിടിച്ചുകൊണ്ട് ഇനി വീണ്ടും പനിയായ കിടക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാതിരുന്നത്. പിന്നെ ഇതാ പൊന്നുവിനെ ഇറക്കിയില്ല, അവളത് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത് മാത്രം തന്നെ, അവളെ ഇറക്കിയിട്ടില്ല കേട്ടോ. പിന്നെ പനി പിടിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറയാൻ പാടാണ്. പിന്നെ ഞങ്ങൾ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ കൂടും കുടുക്കെടുത്ത് അങ്ങോട്ട് പോവേണം കേട്ടോ. അങ്ങനെ ഞാനും പൊന്നും കൂടെ, പൊന്നു നല്ല തണുപ്പുണ്ടായിരുന്നു, തണുത്ത വെള്ളത്തിൽ കുളിച്ചതിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ വീട്ടിൽ വന്നു, കാരണം അവൾക്ക് കേക്ക് വാങ്ങാൻ ബേക്കറി പോകണം, അതുകൊണ്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ചു. ഹാപ്പി ബർത്ത്ഡേ ശരണ്യ എന്നാണ് കേട്ടോ പേരവള്. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇതാകുമ്പോൾ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ്, കൊള്ളായിരുന്നു, നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കേക്ക് പരിപാടിയിലേക്ക് നിന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ നല്ല മുറിച്ച് ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് രണ്ടുപേരും കൂടെ പരസ്പരം കൊടുത്ത് അങ്ങനത്തെ പൊന്നിന് കൊടുത്തപ്പോൾ പൊന്നിന് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അവൾ കഴിച്ചില്ല. പിന്നെ ഞാനും ഒന്ന് കഴിച്ച്. അങ്ങനത്തെ ഈ ചേട്ടൻ താമസിച്ചാണ് കേട്ടോ വന്നത്. അങ്ങനെ ആ ചേട്ടനും കൊടുത്തു. അങ്ങനെ ആ ചേട്ടൻ സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. ആ ചേട്ടൻ താമസിച്ച് വന്നുകൊണ്ട് അങ്ങനെ സദ്യയൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ ഗേളിനൊരു ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും